ജിംസ് ഹെലികോപ്റ്റർ അവിടെ എത്തി എന്ന് മാത്രമല്ല ഈ കടാവർ ഡോഗുകളെ ഇപ്പോൾ അവിടെ താഴ്ത്തിറക്കിയുള്ള പരിശോധന അതിന്റെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 2 ഘട്ടമായാണ് ഈ സംഘത്തെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ആദ്യ സംഘത്തിൽ കടാവർ ഡോഗുകളും 6 രക്ഷാസേനാംഗങ്ങളും പോയി. രണ്ടാമത്തെ സംഘത്തിൽ 6 രക്ഷാസേനാംഗങ്ങൾ വീണ്ടും അവിടേക്ക് ചെന്നു. ഇപ്പോൾ 2 വശങ്ങളിലായി ഈ നദിയുടെ പുഴയുടെ 2 വശങ്ങളിലുമായി ഇപ്പോൾ ദൗത്യ സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. ദൗത്യ സംഘം പരിശോധന കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് പരിശോധന നടത്തുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് 2 വശത്തും വലിയ മലഞ്ചെരിവുകളാണ്. ഈ മലഞ്ചെരിവുകൾക്കിടയിലൂടെയാണ് ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്, താഴത്തേക്ക് എത്തിയത്. അവിടെ ഏതാണ്ട് ഒരു 2 അടി ഉയരത്തിൽ വരെ, ഈ പ്രതലത്തിൽ നിന്ന് 2 അടി ഉയരത്തിൽ വരെ ഈ ഹെലികോപ്റ്റർ എത്തി. എയർഫോഴ്സിന്റെ ധ്രുവ് ഹെലികോപ്റ്ററാണത്, ചോപ്പറാണത്. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ നമുക്കത് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ താഴ്വര, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്വരയിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകുന്ന ആ പ്രദേശത്തേക്ക് ഹെലികോപ്റ്റർ താഴ്ന്നിറങ്ങി ഈ താഴ്വരയിലുള്ള 3ാമത്തെ വെള്ളച്ചാട്ടവും കടന്ന് അവിടെയാണ് സൺറൈസ് വാലി എന്ന് പറയുന്ന ആ പ്രദേശം ഉൾപ്പെടുന്നത്. ആ പ്രദേശത്തേക്ക് ഇറങ്ങിയ ശേഷം, മലകൾക്കിടയിലൂടെ ഇറങ്ങിയ ശേഷം അവിടെ താഴ്വാരത്തെത്തിച്ച് ഇപ്പോൾ കടാവർ ഡോഗിനെയും അതോടൊപ്പം തന്നെ രക്ഷാസേനാ അംഗങ്ങളെയും അവിടെ എത്തിച്ച് ഹെലികോപ്റ്റർ തിരികെ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 12 പേരും പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനയുടെ ഒരു റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കടാവർ ഡോഗിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ മൃതദേഹങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നേരത്തെ അജിംസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുഴിയെടുക്കാനുള്ള അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളും മറ്റും അവരുടെ കൈകളിലുണ്ട്. റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ പാറകൾ, റോക്ക് കയറി പോകാനുള്ള ഹുക്കുകളും മറ്റും ഉൾപ്പെടെയുള്ള സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കഥക് വിഭാഗത്തിൽപ്പെട്ട സൈനികരാണ്. പാങ്ങോടിൽ നിന്നും അതുപോലെ തന്നെ മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള സൈനികരുണ്ട്. ആ സൈനികർ എന്ന് പറയുന്നത് പർവ്വതാരോഹണത്തിലും അതുപോലെ തന്നെ വലിയ ഒഴുക്കുള്ള പുഴയും മറ്റും മുറിച്ചു കടക്കാനൊക്കെ പരിശീലനം ലഭിച്ചിരിക്കുന്ന സൈനികരാണ്. സ്പെഷ്യൽ സ്ക്വാഡാണ്. ആ സ്ക്വാഡിനൊപ്പം കേരള പോലീസിന്റെ SOG വിംഗ് ഉണ്ട്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പും അതും കമാൻഡോസ് ആണ്. തണ്ടർ ബോൾട്ടിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഒരു ഗ്രൂപ്പാണ് അതുള്ളത്. അവരും ഈ പരിശീലനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്, ഈ തെരച്ചിലിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കും ആ ടീമിനും ഒരു സ്പെഷ്യൽ പരിശീലനം ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഖാത്തക്കും അതുപോലെ തന്നെ ഈ SOG ടീമും ഈ 2 പേരും ചേർന്നാണ് 10 അംഗ ടീമുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഫോറസ്റ്റിന്റെ 2 അംഗ സംഘവും അവരെ അനുഗമിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്വരയിലെ പ്രദേശങ്ങളെ കുറിച്ചുമൊക്കെ വലിയ അറിവുള്ള ഉദ്യോഗസ്ഥരാണത്. അവർ കൃത്യമായി അവരെ വഴിതെളിക്കും. അങ്ങനെ ഈ 12 പേരടങ്ങുന്ന സംഘവും കടാവർ ഡോഗിന്റെ സ്പെഷ്യൽ സ്ക്വാഡുമാണ് ഇപ്പോൾ അവിടെ എത്തി വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത്. ഓർക്കണം, വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, നിബിഡ വനമാണ്. അതോടൊപ്പം തന്നെ വലിയ നിങ്കുത്തായ ഇറക്കവും മറ്റുമുള്ളതാണ്. ഒരല്പം കുറവുണ്ട്. മഴ കുറഞ്ഞു നിൽക്കുന്നത് അനുകൂല ഘടകമാണ്. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. അതും ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ തെരച്ചിൽ ഉള്ളത്. അപ്പം ഇന്നത്തെ ഒരു തെരച്ചിലിന്റെ ഒരു സ്വഭാവം അജിംസിന്റെയായും മുണ്ടക്കയിൽ നിന്ന് നേരെ സൂചിപ്പാറയുടെ ഉയരത്തിൽ വരെയുള്ള പരിശോധന, കരമാർഗമുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നു. ചാലിയാർ പുഴയിൽ ഒരു ഭാഗത്ത്, പോത്തുകൽ ഭാഗത്തും ആവാസ പ്രദേശങ്ങളിലും ഒക്കെ അവിടെയും പരിശോധന നടക്കുന്നു. അതിനിടയിലുള്ള വനമേഖലയിൽ ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന്റെ തിരച്ചിലും നടക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 10, 20, 25 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ന് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെയും തിരച്ചിൽ നടന്നിരുന്നു. ഇന്നലെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നല്ലാതെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു റിസൾട്ട്. ശരി, മഹേഷ് പൂനൂരാണ് വിവരങ്ങൾ നൽകിയത്. സൺറൈസ് വാലി രക്ഷാപ്രവർത്തനം തുടരുകയാണ്.